കർത്താവിനെ ബോധപ്പെടുത്തുന്നു. ഈ സഭയ്ക്ക് നേരത്തെ കൊടുക്കുന്ന കർത്തദാസൻ ജോസ് പൗലോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ ബോധപ്പെടുത്തുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്തവേലയിലായിരിക്കാൻ ദൈവം അടിയെ സഹായിച്ചു. കാലം ശുശ്രൂഷിച്ച വന്നത് അനുഗ്രഹത്തിന് കാരണമായി ദൈവം വിശ്വസിക്കുന്നു. ദൈവം തന്റെ ദാസനെ പ്രവർത്തനങ്ങളെ ഉത്തരവാദിത്വം അനുഗ്രഹിക്കട്ടെ. ദൈവസഭയ്ക്ക് താനൊരു മുതൽക്കൂട്ടായി തീരുമെന്ന് ഞങ്ങൾക്ക് അറിയാം. സ്വാതന്ത്ര്യം എന്റെ പിതാവിനെ നോക്കണ്ട. ആ ദൈവജനത്തിന്റെ ശുശ്രൂഷയാണോ പരപ്പും പിന്നെയും നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. സ്വാതന്ത്ര്യം റോയോടെ ഓർത്ത് ശ്രമിക്കുന്നു. ഓർത്തും എനിക്ക് മുൻപ് ആത്മാവിൽ വചന ശുശ്രൂഷ കർത്തദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സ്നേഹിതർ ഒത്തിരി പേരോടുണ്ട്. ജോൺസൺ അവർ മഞ്ജുബായി രജി ബ്രദർ ഇവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്കിന് നന്ദി പറയാതെ പോകുന്നത് ഒരു നല്ല കാര്യമല്ല. മൂക്കിൽ മഞ്ഞുവെച്ച് കിടക്കുമ്പോൾ നന്ദി പറഞ്ഞ അവരത് കേൾക്കത്തില്ല. സ്വന്തം ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നതാണ് ഏറ്റവും വലിയ ഭംഗി. സ്വന്തം മരണഭാരം നിങ്ങൾക്ക് മാറിയെന്ന് എനിക്കറിയാം. സ്വന്തം മരണഭാരവും വേറെ കൊണ്ടുകൂടെ പോട്ടെ. വിളിക്കുമ്പോൾ അങ്ങോട്ട് ചിന്താ മതി. അല്ലാതെ ക്രിസ്തീയ ജീവിതവും പോരാട്ടവും. സ്തോത്രം. എന്റെ സ്നേഹിതൻ സാമ്പുഴക്കാരെ ഈ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് സ്തോത്രം ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. അദ്ദേഹത്തോട് പറഞ്ഞ് കുറച്ച് നാളുകളെ ഞാൻ വിളിക്കുന്നുണ്ട്, വരുന്നെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു കൊടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വിഷയമായിട്ട് എനിക്ക് അയച്ചു തരുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഇതുവരെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. തന്നെ ഈ കുടുംബത്തെ പ്രത്യേകാല അനുഗ്രഹിക്കുന്നു. കർത്തവേളയിൽ ക്രിസ്തീയ കോളത്തിൽ ഇന്ത്യാബന്ധ ദൈവസഭയ്ക്ക് താനോട് അനുഗ്രഹമായി ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഭംഗ്യവാക്കിന് പറയുന്ന ഒരാളല്ല ഞാൻ. സ്തോത്രം. ഭംഗ്യവാക്കിന് ആവശ്യവുമില്ല. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കേരളത്തിന്റെ പാഠശാല മുതൽ കാസർഗോഡ് വരെ തെരുവിൽ നിന്ന് പ്രസംഗിച്ച ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ നാൻകുടിക്കാരല്ലാതെ മറ്റാരുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അന്ന് തൊട്ടാണ് എനിക്ക് സ്തോത്രം മനുഷ്യ അദ്ദേഹത്തോട് അങ്ങനെ സ്നേഹം തോന്നിയത്. തന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ കർത്താവ് എന്നെ സഹായിക്കുന്നു. സ്തോത്രം. ഞാൻ കടുത്ത കുടുംബബന്ധം പുലർത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചു. തന്റെ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഡേവിഡ്, ലിൻഡ, കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് അടുത്തറിയുവാൻ കഴിഞ്ഞു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ തൊടുപുഴ ചെന്നപ്പോൾ എന്റെ മൂത്ത പൈതൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷനായി തീർത്തുകൊണ്ടേയിരിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നു. ദരിദ്രനെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കണം. സ്തോത്രം. നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ പൈതലിലൂടെ കർത്താവ് വലിയ അനുഗ്രഹത്തെ കൊടുക്കുവാൻ നിങ്ങളെ പ്രത്യേക പ്രാർത്ഥിക്കണം. സ്തോത്ര സമയം അധികം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ 11-ാം തീയതി രാത്രി ഷാർജ എയർപോർട്ടിൽ ഒരു 11 മണിക്ക് വന്നപ്പോ ഒരു കാറിന്റെ അടുത്തുണ്ട് എന്ന് വെച്ച് പറഞ്ഞു, പാസ്റ്റർ അല്ലേ കേറിക്കൊള്ളാം. സ്തോത്രം. എനിക്ക് ആരെയും അറിയില്ല. സ്നേഹിതം പറഞ്ഞു നിങ്ങൾക്കൊരു വീട് വെക്കിയിട്ടുണ്ട്, ആളവിടെ വരെ കളക്ട് ചെയ്യുമെന്ന്. ഒരു 15 നിമിഷം ഞാൻ മാറി നിന്നപ്പോൾ ഒരു കാറ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു പാസ്റ്റർ അല്ലേ കേറിക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്ര. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിനും കൂടെ കയറി. അദ്ദേഹം എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി വിശാലമായ റൂമൊക്കെ തന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ സ്തോത്രം അവിടെ ഭദ്രമായി സ്തോത്രം ദൈവമൊക്കെ സൂക്ഷിക്കുന്നു. പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും ഒക്കെ ദൈവം ആ ഭവനത്തെ എനിക്ക് വേർതിരിച്ച് നൽകി തന്നു. സ്തോത്രം. റജീജാണ് സ്തോത്രം. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ സമയമില്ലായ്മയിലും എല്ലാ സ്ഥലത്തും എന്റെ വണ്ടി കൊണ്ടുപോയി സ്തോത്രം എന്നെ സ്തോത്രം യോഗത്തിലെ കൊണ്ടുവിടുന്നതിനും സ്തോത്രം രാവിലത്തെ ഫുഡ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നു. സ്തോത്രം. അവിടെ പ്രാർത്ഥനയിൽ പോരാടുവാൻ ഒരു പോരാളിയും എനിക്ക് സ്തോത്രം അവിടെ ഉണ്ട്. പ്രിയ അമ്മാമ്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെത്ര തിടുക്കത്തിലാണ് സ്തോത്രം ഈ ലോകത്തിലെ ജോലികളൊക്കെ ചെയ്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങളൊക്കെ എങ്ങനെയാ സ്തോത്രം. എന്നാൽ നമുക്ക് സമയമുണ്ടായാലും സ്തോത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കഴിയാതെ പോകുന്നത് സ്തോത്രം ദൈവത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവിക വചനത്തെക്കുറിച്ചോ ശുഷ്കാന്തി ഇല്ലാഞ്ഞിട്ടാണ്. സ്തോത്രം. ഞാനിത് പറഞ്ഞത് സ്തോത്രം ഒന്നും നന്മകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ വന്നതിലൊരു മിഷനുണ്ട്. സ്തോത്രം. അല്ലാതെ ഞാൻ ഇവിടെ വരത്തില്ല. സ്തോത്രം.
പ്രത്യേകാലം നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് അനുഗ്രഹമായ കുടുംബം നമുക്കുണ്ട്, 2 കുഞ്ഞുങ്ങൾ നൽകി തന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം 4 ദിവസം മാത്രമേ വീട്ടിൽ കുത്തിരിക്കാൻ കഴിഞ്ഞുള്ളൂ. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. വിൽസക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? സ്വന്തം ഞാൻ വിളിച്ചില്ല. സ്വന്തം നമുക്ക് വേണ്ടപ്പെട്ട ദൈവദാസന്മാർ എനിക്ക് വേണ്ടി മീറ്റിംഗുകൾ അറേഞ്ച് തരുന്നുണ്ട്. കർത്താവ് അനുഗ്രഹമായ രീതിയിൽ സ്വന്തം നടത്തുന്നു. വൈകിട്ട് കുറച്ച് സമയം ഉള്ളത് കൊണ്ടാണ് മുഖവരായി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. സ്വന്തം അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ദൈവദാസങ്ങളുടെ വെടിക്കെട്ട് പോലെ നമുക്ക് കിട്ടി. എത്ര പേര് അത് ഉൾക്കൊണ്ടു എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വളരെ സന്തോഷത്തോടെ കളയുന്ന ദൈവവചന ശക്തിയായി അതിന്റെ ദാസനോട് മുഴങ്ങിക്കേട്ടപ്പോൾ സ്വന്തം നമ്മുടെ തലമുറകൾ നഞ്ഞപ്പെട്ടു പോയിട്ടില്ല. കർത്താവിന്റെ വയപ്രദേശം തന്നെ സ്വന്തം സഹോദരന്മാരെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഓർമ്മിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മോഹിച്ചിടുന്നു. പ്രത്യേകാലത്ത് ഉപവാസ പ്രാർത്ഥനയാണ്. 10-12 നിമിഷം കഴിയുമ്പോൾ ഈ യോഗങ്ങളുടെ വൈൻഡപ്പിയണമെന്ന് എനിക്കറിയാം. സ്വതന്ത്രമായ തക്ക സമയത്ത് സ്വതന്ത്ര പ്രസംഗം തീർന്നാലുമില്ലല്ലോ, ഞാനത് നിർത്തും. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായി ഒരു ഭാഗം വായിക്കുവാൻ ദൈവാത്മാ ശരണപ്പെടുന്നത് വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എടുത്തവർക്ക് പെട്ടെന്ന് വായിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീന്ന് ഞാൻ വിടയും പറയുന്നു. സ്വന്തം വച്ചാൽ നോക്കാനാണ് വിളിച്ചു പറഞ്ഞത്. ഇതാണ് പഴയ പെന്തക്കോസ്തുകാര്, പലരത്തിൽ തിറവുള്ളവരാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. അതുകൊണ്ട് മൊബൈൽ ഫോണൊക്കെ ഒരു 10-15 മിനിറ്റ് ഓഫീസ് വയ്ക്കണം. വാട്സാപ്പ് വന്നാൽ മിണ്ടാതിരിക്കണം. കാര്യം ഇവിടെ വന്നിരിക്കുന്നത് അഗോളത്തിനായ ദൈവമാണ്. ഇവിടുത്തെ സഹോദരങ്ങൾ സാക്ഷ്യപാത കേട്ടല്ലോ. സ്വന്തം വേറെ നിവൃത്തിയില്ല. ആദ്യമേ കയറി വന്നു. ശാരീരികമായി വിടുതൽ എനിക്ക് വേണം. അത് വചനശുശ്രൂഷയിൽ ലഭിക്കണം. അത് ഇവിടെ നിന്ന് നിങ്ങൾ അതൊന്ന് പറഞ്ഞാൽ പോരണം. ഇത് അധികാരത്തിന്റെ വചനം ശക്തിയായി ദൈവജനത്തിലേക്ക് പ്രസരിക്കപ്പെടുമ്പോൾ അവന്റെ ആത്മാവിന്റെ മണ്ഡലത്തിൽ നിന്ന് സൗഖ്യത്തിന്റെ കരം വ്യാപരിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. ഈ പറയുന്ന ആള് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറയുന്നു, സന്തോഷിക്കുക. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. ആർക്കിത് പറയാൻ കഴിയും? സ്തോത്രം. ഇന്ന് പകൽക്കാല സ്തോത്രം ആത്മാവ് അകത്തുള്ളവരും നിങ്ങളെക്കുറിച്ച് ദർശനമുള്ളവർക്ക് മാത്രമേ ഈ വാക്കുകൾ പറയാൻ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിലാണ് ഒരുവൻ സന്തോഷിക്കേണ്ടത്. സ്തോത്രം. എന്റെ പ്രസംഗത്തിന്റെ ബാക്കി വരുമ്പോൾ ആ ഭാഗം കൂടെ ഞാൻ പറയാം. വളരെ ധൃതിയായി ഞാൻ പോകുന്നു. ഫിലിപ്പിയ സഭയെ കുറിച്ച് ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമാവുമെന്ന് എനിക്കറിയാം. ബാക്കി ഞാൻ രാത്രി വൈകിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ഫിലിപ്പിയ സഭ ആരംഭിക്കപ്പെട്ടത് ഹല്ലേലൂയ ലുദിയയുടെ മാനസാന്തരത്തോടുകൂടെ എന്ന് വേദപുസ്തകം പഠിക്കുന്ന പഠിതാക്കൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ അതിന് വസ്തുതാപരമായ തെളിവുകൾ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. സ്തോത്രം. 16:9 മാക്സിഡോണിയൻ കോൾ എന്ന് മെക്കഡോനിയ വിളി സ്തോത്രം ഉണ്ടായി. ഞങ്ങളെ വന്ന് സഹായിക്കാമോ എന്ന് ഒരു പുരുഷൻ വന്ന് പൗലോസിനെയും ശീലാസിനെയും വിളിക്കുന്നതായിട്ട് കണ്ടു. ആസിയിൽ വചനം പ്രസംഗിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്ന ഭക്തന്മാരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾ ആസിയിൽ പോകാതെ രാത്രി കണ്ട ദർശനത്തിന്റെ വാക്കനുസരിച്ച് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞ് അവരാൽ സ്ഥാപിക്കപ്പെട്ട സഭ ഫിലിപ്പിയ സഭ. പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരെ വേലയ്ക്ക് നിയോഗിക്കുമോ? ദാസന്മാർക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സംസാരിക്കുമോ? ഇത് ദൈവജനത്തിലൂടെ തെളിയിക്കുവാൻ സ്വന്തം ഒത്തിരി സമയമുണ്ട്. ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ആത്മാവ് ഒരുവനെ സ്വന്തം പറഞ്ഞതനുസരിച്ച് 26-ൽ ഗസയുടെ പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ പറഞ്ഞുവിട്ട് അവിടെ ഒരുവനെ മാനസാന്തരത്തിലേക്ക് നടത്തി. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഗസയിലേക്ക് ഒരുവനെ പറഞ്ഞുവിട്ട് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായി ഷണ്ണനെ മാനസാന്തരത്തിലേക്ക് നടത്തി. സ്തോത്രം. ഞാൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വേറെ സ്ഥലത്തേക്ക് ഫിലിപ്പോസിൽ നടത്തിയ പോയി. പക്ഷേ അവിടെ ഒരു മർമ്മം സ്തോത്രം തെളിവായി കിടക്കുന്നുണ്ട്. ആത്മാവിൽ സ്തോത്രം ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന മുമ്പ് ആ മർമ്മം അറിയാം. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ നാസിയ വിദഗ്ധനായ ഒരുവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ഭക്തനെ വലിച്ചിഴച്ചുകൊണ്ട് പോയി തകർത്ത ഇടമാണ് ഗാസ. പുതിയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടു വന്നപ്പോൾ തന്റെ ഭക്തനെ പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയ ആ സുവിശേഷ
കേട്ടെ അവൻ തിരിച്ചു വിളിച്ചു. ദൈവമേ, ആത്മാവിൽ ഒന്നും തെറ്റില്ല. പരിശുദ്ധാത്മാവ് ശക്തവും ശബ്ദവും വ്യക്തമായി തന്റെ ജീവിതങ്ങളോട് മക്കളോട് ഇടപെടും. സ്തോത്രം. ഹല്ലേലൂയ. 16:9 വരുമ്പോൾ സ്തോത്രം, അവർ ആ ദർശനം കേട്ട് അവർ ഇറങ്ങി തിരിച്ചു. ലുദിയയെ ദൈവവചനത്താൽ ഉറപ്പിച്ചു. അവളും കുടുംബവും സ്നാനപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. 16:40 വരുമ്പോൾ സ്തോത്രം, ഇവർ കാരാഗ്രഹത്തിലായി. ആ ഭാഗം എടുക്കുന്നത് നിങ്ങൾക്കറിയാം. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലുദിയയുടെ വീട്ടിൽ പോയി തട്ടിയപ്പോൾ അവിടെ സഹോദരന്മാരെ കണ്ടു. സ്തോത്രം. സഭ തുടങ്ങി, സഭ ആരംഭിക്കപ്പെട്ടു. എത്രയോ നാളുകളായി കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കൽ പ്രാപിച്ചിട്ട്, കഴികൾ പ്രാപിച്ചിട്ട്, വിടുതൽ പ്രാപിച്ചിട്ട് ഇതുവരെയും ഒരാത്മാവിനെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പിനും എന്തോ പ്രശ്നമുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ വിളി തെരഞ്ഞെടുപ്പിന് എന്താ പ്രശ്നമുണ്ട്? സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ഫിലിപ്പിലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അധ്യക്ഷന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ ഒക്കെ ആ സഭയ്ക്കകത്ത് ഉണ്ടാകുവാൻ ഒരാളുടെ മാനസാന്തരവും പരിശുദ്ധാത്മാവ് നിയോഗത്താൽ ദൈവദാസന്മാർ ചെയ്ത ജഹല കൊണ്ടും കഴിഞ്ഞു. എന്നെ അവിടെ അധികം ചിന്തിപ്പിച്ചത് 4-ാം അധ്യായത്തിൽ തന്നെ സ്വന്തം ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ ആളുകളും ആ ഫിലിപ്പിയ സഭയിലുണ്ടായിരുന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ ജീവന്റെ പുസ്തകത്തിലൊക്കെ പേരുണ്ടെന്ന് നമ്മളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് മരിച്ചാൽ കർത്തരാജ്യത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉറപ്പില്ലാത്തവരുമുണ്ട്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് പകൽക്കാല ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. നിന്റെ പിന്മാറ്റത്തെ ചികിത്സ ഭേദപ്പെടുത്താതെ ഗത്യന്തരമില്ല സഹോദര. അതുകൊണ്ട് മടങ്ങുക, ദൈവകൃപയിലേക്ക് മടങ്ങുക, ദൈവരാജ്യത്തിലേക്ക് മടങ്ങുക, ദൈവകൃപയിലേക്ക് മടങ്ങുക. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. തിരിച്ചു വരട്ടെ. അവിടെ ഉണ്ടായി അങ്ങനത്തെ ഫിലിപ്പിയ സഭയിലെ സ്തോത്രം. ഹല്ലേലൂയ. ആ സഭയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക, സന്തോഷിക്കുക. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ ഭക്തന് പറയുവാൻ ഇത് മാത്രമേ ഉള്ളൂ. ഭക്തന്റെ ജീവിത ചരിത്രം ഓരോന്നും എടുത്ത് ഇത് പകൽക്കാലം വിസ്തരിക്കുക എന്റെ മുൻപിൽ സമയമില്ല. സ്തോത്രം. സ്തോത്രം. ഇന്ന് ലോകത്തിൽ സൗഭാഗ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ നാളൊട്ടുക്കെ ഓടുന്നവരാണ് നമ്മൾ. മനസ്സിലാക്കണം. ഉപവാസ പ്രാർത്ഥനയായാലും വിടുതൽ യോഗമായാലും ആരാധനയായാലും പലതും കിട്ടും കിട്ടും അല്ലേ ചിന്ത. മാത്രം ഞങ്ങളുടെ നാട്ടിലൊരു പൂച്ചയുണ്ട്, എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. എന്തെങ്കിലും അതിന്റെ മുന്നേ വെച്ച് എടുത്ത് തിന്നാൻ തുടങ്ങിയ അത് ഇങ്ങോട്ട് പറയും, ങ്യാവൂ ങ്യാവൂ ങ്യാവൂ. സ്വന്തം പഠിച്ചല്ലോ. ഒരു ദിവസം വേറെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ പൂച്ചയും പറയുന്നു, ങ്യാവൂ ങ്യാവൂ ങ്യാവൂ. ഇവിടെ അച്ഛന്റെ വീട്ടിൽ പൂച്ചയുണ്ട്, അത് കണ്ടാൽ ങ്യാവൂ ങ്യാവൂ. ലോകത്തെ ഒരു പൂച്ചയും പറയത്തില്ല. എടുത്തു വയ്ക്കുമ്പോ അങ്ങയാവൂ 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 എന്ന് പറയൂ. മക്കളെ, നിങ്ങളായിട്ട് വീട്ടിൽ ഇങ്ങനെ പൂച്ചകളുണ്ടോ? നമ്മളും അതുപോലെ എന്ത് കിട്ടിയാലും ഇങ്ങയാവൂ ഇങ്ങയാവൂ ഇങ്ങയാവൂ. കർത്താവിന് വല്ലതും കൊടുക്കുന്നുണ്ടോ? എവിടെ കൊടുക്കാനാ? ഇപ്പൊ കർത്താവിന് കൊടുക്കുന്ന പോലെ വാട്സാപ്പിന്റെ ചിന്തകളാണ് പോട്ടെ. ഭയങ്കര വാട്സാപ്പ്. 1-ാം സങ്കീർത്തനത്തിലുണ്ട്, പുരുഷന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ധാർമ്മികത വഴിയിൽ അടുത്ത വാക്കൊന്ന് പറഞ്ഞേ. അപ്പൊ പരിഹാസിയാരാ? വല്ല വചനമാണോ വരുന്നത്? കംപ്ലീറ്റ് പരിഹാസമല്ലേ വാട്സാപ്പിലൂടെ അടിച്ചു കയറ്റി ദൈവജനത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേൽക്കും. കോമഡി ഷോകൾ ദൈവത്തിന്റെ അകത്തളങ്ങളിൽ ഭരിക്കുന്ന കാലഘട്ടം വരാൻ പോവുക. എന്നാൽ ഭക്തന്മാർ പറയും, ശോഭനനാട്ടിൽ വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം പാടുവാൻ സമയമായത്. ഞങ്ങൾക്ക് തിരിച്ചു വരട്ടെ. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ലോകത്ത് ഭയങ്കര എപ്പോഴും എല്ലാവർക്കും സന്തോഷം, ജനിച്ചാൽ സന്തോഷം. സ്വന്തം ഇപ്പൊ മരിച്ചാൽ തന്നെ ഈവൻ മാനേജ്മെന്റ് അതും സന്തോഷം. സ്വന്തം ഒന്നും വേണ്ട സന്തോഷം. സ്വന്തം ഞാൻ പറയാം ഹല്ലേലൂയ. വീടക്കം സന്തോഷം, ജയിലിനകത്ത് സന്തോഷം, മൊത്തം സന്തോഷം, ഒരു മനുഷ്യന്റെ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി 2-3 ഉദാഹരണം പറഞ്ഞ് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യൻ സന്തോഷിച്ചത് ആവണക്ക് നിമിത്തമാണ് സന്തോഷിച്ചത്. ആവണക്ക് നിമിത്തം പറഞ്ഞു, തമ്പുരാനെ കൊള്ളാമല്ലോ, നല്ല ശീതളമായ കുളിർക്കാറ്റ്, ഏസി വേണ്ട, ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. കാരണം ദൂത് പറഞ്ഞിട്ടുണ്ട്, സംഭവിക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് ആശാൻ കിടന്നുകൊള്ളുകയാണ്.
ആരെന്നറിയാമോ? ഈ യോന 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് ദൂത് പറഞ്ഞ് 1,25,000 ചില്ലുവാനം ആളുകളെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ഈ ഭക്തനെ ഒരു ആവണക്ക് കൊടുത്തപ്പോ മതിയെന്ന ദൈവത്തിന്റെ പൈതലേ, എല്ലാവർക്കും ഇതാ ചിന്ത. ഒരു ആവണക്ക് കിട്ടിയാൽ മതി, ഒരു ആവണക്ക് കിട്ടിയാൽ മതി. പക്ഷെ ആവണക്ക് തരുന്നതോടൊപ്പം ഒരു പുഴുവിനെയും കൂടെ കൽപ്പിച്ചു വച്ചിട്ടുണ്ട്. ആ പുഴു ഒരുപാട് കുത്തിക്കൊണ്ടിരിക്കുക, ആ പുഴു നിന്നെ കുത്തിക്കൊണ്ടിരിക്കുക, നിന്റെ ശരീരകാറ്റത്തെ കുത്തിക്കൊണ്ടിരിക്കുക, നിന്റെ ബിസിനസ്സിനെ കുത്തിക്കൊണ്ടിരിക്കുക, നിന്റെ എല്ലാ മണ്ഡലങ്ങളിൽ പുഴു കുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോ സ്വന്തം ഒരു ചിന്തയിട്ട് പറഞ്ഞു. ഞാൻ സ്വന്തം അവിടെ പറഞ്ഞു, സ്വന്തം ദാവീദിന്റെ കുഞ്ഞിനെ യഹോവ ആദിച്ചു. യഹോവയ്ക്ക് വരെ പണിയുന്നില്ലേ? ദാവീദിന്റെ കുഞ്ഞിനെ യഹോവ ബാധിച്ചു. ബാധിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ചത്തുപോയില്ല. ഇന്ന് പകലിൽ നിന്നെ യഹോവ ബാധിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ദൈവവഴി വിട്ട്, ദൈവരാജ്യം വിട്ട് വചനത്തും പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക, മടങ്ങുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദൂതനെ ഇന്ന് പകൽക്കാലം ഞാൻ ഒഴുക്കാൻ പ്രഖ്യാപിക്കുക. സ്വതം പലരെയും ബാധിച്ചിരിക്കുക. ഈ ബാധ മാറ്റണമെങ്കിൽ പോരാടിയ പറ്റില്ല. എന്താണ് ബാധ വരാനുള്ള സംഗതി ഏതെന്നറിഞ്ഞ് അതിന്റെ പഴുതടയ്ക്കണം, കരയണം, വരകളെ കിടക്കണം. സ്തോത്രഹല്ലേലൂയ. ഞാൻ തിരിച്ചു വരട്ടെ. കടലാവനെ ഉണങ്ങിയപ്പോൾ ഭക്തനും അവിടുന്ന് പോകേണ്ടി വന്നു. സ്തോത്രം. വേദപുസ്തകത്തിൽ സ്തോത്രത്തിലെ സന്തോഷങ്ങളെ പരിചയപ്പെടുത്തി സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 2-3 സന്തോഷമുണ്ട്. നിങ്ങൾ എടുക്കേണ്ട സ്തോത്രം ശക്തമായി ഞാൻ പറയാം. 1, ഒരുവന് 100 ആളുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ നോക്കിക്കേ, ഒരുവന് 100 ആളുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടത് ഒന്നല്ലേ എന്ന് വിചാരിച്ച് സ്വതന്ത്രം അവൻ മിണ്ടാതിരുന്നില്ല. വിസച്ചാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരോടും ഒരു നോ പറയത്തില്ല. ഒന്നും നഷ്ടപ്പെട്ടു പോവാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. സ്വതന്ത്രം ഞങ്ങളുടെയൊക്കെ ഉദ്ദേശമാണ് ഒന്ന് മുടങ്ങി പോട്ടെ, അടുത്തത് ഇങ്ങോട്ട് കയറുമെന്ന്, അടുത്ത നിരയിൽ ഇങ്ങോട്ട് വരുമെന്ന്. അങ്ങനെയല്ല. 1 നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. 1-നെ വിശ്വാസം 99-നെയും മരുഭൂമി വിട്ടേറ്റ് കാണാതെ പോയതിന്റെ പുറകെ ഇറങ്ങിപ്പോയ ആ സ്നേഹമുണ്ടല്ലോ, അതാണ് സന്തോഷം. അത് നിന്റെ സഭയ്ക്കകത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ടിട്ടില്ല. ചില ഹൃദയങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് കീറി കുറിച്ചുകൊണ്ടിരിക്കുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭങ്ങളിൽ അത് വിടുതലായി വ്യാപരിക്കണം, ദൈവശക്തിയായി വ്യാപരിക്കണം, ദൈവ തേജസ്സായി വ്യാപരിക്കണം. സ്തോത്രം. അതിൽ പ്രൗഢന യേശുവിന്റെ നാമത്തിൽ നോക്കിക്കുക. ആ 1-നെ കോളെടുത്തുകൊണ്ട് വരുന്ന ആ സന്തോഷം ആരെ കൊണ്ട് പിടിച്ചു വയ്ക്കാൻ കഴിയും? ഈ ലോകത്തിൽ ആരെ കൊണ്ട് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അതാണ് ദൈവത്തിന്റെ സ്നേഹം, അതാണ് സുവിശേഷത്താലുള്ള വീണ്ടും ജനനം. അടുത്ത ഒരു സന്തോഷം ശ്രദ്ധാപൂർവ്വം കേട്ടോടെ. സ്വന്തം ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിൽ 1 അവൾക്ക് നഷ്ടപ്പെട്ടു. സ്വന്തം പ്രശ്നമില്ല, 10 ഉണ്ടല്ലോ, 1 പോയി എന്ന് പറഞ്ഞ് വീട്ടുകാരെയും നാട്ടുകാരെയും ഗുഡ് ന്യൂസിന് ഏറ്റവും വാട്സാപ്പിലൊന്നും കൊടുക്കാതെ അവൾക്കറിയാം നഷ്ടപ്പെട്ടത് എവിടെയെന്ന്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന ദൂരാണ് നഷ്ടപ്പെട്ടത് നിനക്കറിയാം. നിന്റെ കുടുംബ ജീവിതത്തിൽ നീ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിന്റെ മേൽ വെല്ലുവിളി വിശാദ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ തലമുറയെ കെട്ടപ്പെട്ടവരായി വലിച്ചു കൊണ്ടുപോകുന്ന ആത്മാവ് ഞാൻ കാണുന്നു. അതുകൊണ്ട് മടങ്ങി വരിക. ഇന്ന് വരക്കാതെ ശക്തിയാണ്. അവൾ വിളക്ക് കത്തിച്ചു, വീട് അടിച്ചു പെറുക്കി. തയ്യാറാവുമോ? ഉപവാസ പ്രാർത്ഥനയിൽ പ്രാരംഭത്തിൽ നടക്കേണ്ടത് വീട് അടിച്ചു പറക്കണം, നഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കണം. കുഞ്ഞുങ്ങളെ, യുവാക്കളെ, യുവതികളെ, അച്ചായന്മാരെ, അമ്മച്ചമാരെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്ന ആത്മീയ കാഴ്ചപ്പാടോടുകൂടെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. നിന്റെ വീട്ടിലേക്ക് നഷ്ടപ്പെട്ടു പോയ ചില സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം മടക്കി വരുത്തുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ശക്തി നിന്റെ കൂടാരത്തിന് മേൽ ഇന്ന് പകൽക്കാലം ശക്തമായി വെളിപ്പെട്ടവർ വിശ്വസിന്റെ ഫലമടിച്ച് ഒരാൾക്ക് ദൈവത്തെ അതോടെ പ്രൗഢ
എത്ര ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സ്വന്തം സന്തോഷമുണ്ട്. ഇന്ന് പകലിൽ ഞാനൊരു മീറ്റിങ്ങിന് പോയി. അവിടെ ഒരു ദൈവദാസം എന്ന് പറഞ്ഞ സാക്ഷ്യമാണ്. 35 വർഷമായി ഞാനും അവളും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചിട്ട് കർത്താവ് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നു. നോക്കുകേ, ആ സന്തോഷത്തെ കരുത്തുക്കളയോ ആരെ കൊണ്ട് കഴിയും? കുടുംബ ജീവിതമാകുന്ന നഗരീയ മാതൃക വേദപുസ്തകം വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ വിലപിടിക്കുന്ന നിന്നെ സ്വർഗം വായിച്ച് ഓർമ്മിക്കത്തില്ല. നിലനിൽക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് സമൂഹം ഞങ്ങൾ പറഞ്ഞ് അയച്ച ദൈവസഭകളെ ശുദ്ധീകരിപ്പാൻ, ശക്തീകരിപ്പാൻ, ബലപ്പെടുത്തുവാൻ, കൃപയിലേക്ക് നടത്തുവാൻ, മടക്കി വരവിലേക്ക് കാലത്തെ നഷ്ടപ്പെട്ട നിന്റെ ഭവനത്തിൽ മറ്റുള്ളതുമല്ല ഈ വേടിക്കുന്ന നഷ്ടപ്പെട്ട ബോധ്യത്തെ കണക്കിൽ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ എവിടെയോ നഷ്ടം വന്നുപോയി കണ്ടുപിടിച്ച് പണിതടയ്ക്കുമെങ്കിൽ സമ്പൂർണ്ണ വിടുതൽ ഇന്ന് മകൾക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അടുത്ത ഒരു സന്തോഷം സ്വാതന്ത്ര്യം പെട്ടെന്ന് നിർത്താൻ പോവുക. അടുത്തൊരു സന്തോഷം 15-29 സ്വാതന്ത്ര്യം അപ്പന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ഭാഗം പന്നികളോട് കൂടി കൂട്ട് കഴിച്ച് അവസാനം പന്നി മടങ്ങിയപ്പോ പുത്രൻ തിരിച്ചു വന്നു. നിർത്തട്ടെ, തിരിച്ചു വന്ന ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ മൂത്തമ്മ വന്ന് പറയുക, അപ്പ ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ നിന്നിട്ട് വല്ലതും എനിക്ക് തന്നോ? ഇതല്ലേ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, സഭയ്ക്ക് വേണ്ടി കൊടുത്തു, എനിക്ക് എന്നാ വല്ലതും തന്നു? വല്ലതും എടാ മോനെ, ഇതൊക്കെ കണ്ടതല്ലേ? എടുക്കാൻ നിനക്ക് പാടില്ലോ. സ്വന്തം പെന്തക്കോസോട് സ്ഥാനത്ത് മൂത്തമകനെ നിർത്തി ചിന്തിച്ചു നോക്ക്. അവന്റെ ഉള്ളം കാത്തു. മകൾക്കാല പരിശുദ്ധാത്മാവിന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. എന്നാൽ പൗലോസ് പറയുന്ന സന്തോഷം ഇതൊന്നുമല്ല. അത് ഞാൻ വൈകിട്ട് പ്രസംഗിക്കാം. കണ്ണുകളെ എടുക്കുക, മുട്ടുമേൽ നിൽക്കുക, നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകൾ പറയട്ടെ, ഒരൽപ്പസമയം മുട്ടുമേൽ നിൽക്കുക. ചൂടാവാനകണം ആത്മാവാകുന്ന അഭിഷേകത്തിന്റെ പ്രഭാവനം കാണിച്ച ദൈവമക്കൾ ഇന്ന് മകൾക്കാലം അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്ത്. ചൂടാവാനാകരുത്. ഞാൻ ആരെയും നിലയിൽ മകൾക്കാലം കൈവയ്ക്കാൻ വരുന്നില്ല. ദൈവത്തിന്റെ കൃപ ഇന്ന് മകൾക്കാലം നിങ്ങളുടെ മേൽ സ്വന്തം ചൊരിയപ്പെടുമ്പോ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ സ്വന്തം മധ്യ ശരീരത്തിന് മേൽ ചൊരിയപ്പെടുമ്പോ കെട്ടിയിണച്ച കോട്ടകൾ ഓരോന്നിന്റെ മകൾക്കാലം ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി സൗഖ്യത്തിന്റെ ഖരമായി സ്വന്തം നാശത്തിന്റെ വശത്തിൽ നിന്നും നിന്നെ വിടുവിച്ചെടുത്ത് അവൻ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ പാട്ട് പാടുവാൻ ഇന്ന് മകൾക്കാലം നിന്റെ ശക്തി എനിക്ക് ബലപ്പെടുത്തുന്ന ഭാഗ്യം ഞങ്ങൾക്ക് തോൽവി സംഭവിച്ചു. ഞങ്ങൾ ജയത്തിന്റെ പാട്ടുകാരാണ്, പക്ഷെ ഞങ്ങൾ തോൽവിയുടെ പാട്ട പാടുന്നത്. ചുറ്റുമുള്ള ശത്രുക്കൾ ഞങ്ങളെ കുറിച്ച് അപവാദം പറയുന്നു. ഒരടി പോലും മുൻപോട്ട് പോകുമ്പോൾ കഴിയാത്ത തരത്തിൽ ജീവിതം കല്ലിച്ചു നിൽക്കുന്നു. ഒഴലിച്ചു പോയി കഥാവ് ഇന്ന് മകൾക്കാലം ഞങ്ങൾ